നമ്മൾ ഇന്നിവിടെ ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനും പറ്റിയ കോമ്പിനേഷനാണ് വെജിറ്റബിൾ സ്റ്റൂ. സ്റ്റൂവിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് എല്ലാം ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം 1/2 കപ്പ് വീതമുണ്ട്. പിന്നെ ഒരു സവാള കനം കുറച്ചരിഞ്ഞത്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം എല്ലാം കുറേശ്ശെ എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം. ഇവിടെ ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ വേണം. 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. നമ്മൾ സ്റ്റൗവിലൊരു ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഏലക്ക, ഗ്രാമ്പു എല്ലാം കൂടെ ഇടാം. മസാലയുടെയൊക്കെ ഫ്ലേവർ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇത് 2 മിനിറ്റ് നേരം ചെറുതീയിലൊന്ന് അടച്ചു വെക്കാം. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ചേർക്കാം. ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്. നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ ഇടാം. നന്നായി ഇളക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റാം. വെജിറ്റബിൾസ് ഒക്കെ നന്നായി വഴഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി 2-ാം പാല് ചേർക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് 2-ാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിത് 10 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. നമുക്കിനി 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നാം പാൽ ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി ഇളക്കാം. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇത് പാലപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ ഒരു സ്റ്റൂ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.